ഇടുക്കി ജില്ലയിലെ വിവിധ മേഖലകളിൽ വന്യമൃഗശല്യം രൂക്ഷം. തൊടുപുഴ കരിങ്കുന്നം പഞ്ചായത്തിലെ കാട്ടോലി, അമ്പലപ്പടി, പഴയമറ്റം, ഇല്ലിച്ചാരി പ്രദേശങ്ങളിലെ നിരവധി പേരുടെ വളർത്തുമൃഗങ്ങളെ പുലി കൊന്നുഭക്ഷിച്ചു. പ്രദേശത്ത് സ്ഥാപിച്ച ക്യാമറയിൽ പുലിയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞതിനെ തുടർന്ന് വനം വകുപ്പ് കൂട് സ്ഥാപിച്ചെങ്കിലും പുലിയെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. ഇതുവരെ ഹൈറേഞ്ച് മേഖലയിലായിരുന്നു വന്യമൃഗശല്യം അതിരൂക്ഷമായി നേരിട്ടിരുന്നത്. എന്നാൽ എറണാകുളം ജില്ലയുടെ അതിർത്തി പങ്കിടുന്ന ലോ റേഞ്ചിലും വന്യമൃഗശല്യം രൂക്ഷമായി മാറിയിരിക്കുകയാണ്. അടുത്തെങ്കും വനപ്രദേശമില്ലാതിരുന്നിട്ടും തൊടുപുഴ കരിങ്കുന്നം പഞ്ചായത്തിലെ കാട്ടോലി, അമ്പലപ്പടി, പഴയമറ്റം, ഇല്ലിച്ചാരി മേഖലകളിൽ പുലി എവിടെ നിന്നുവെന്നുവെന്ന ചോദ്യമാണ് ഉയരുന്നത്. മാർച്ച് മാസം പകുതിയോടുകൂടിയാണ് ഈ പ്രദേശത്ത് നിരവധി പേരുടെ ആടുകളെയും പട്ടികളെയും മറ്റു വളർത്തുമൃഗങ്ങളെയും കാണാതാവുന്നത്. ചിറ്റാനിപ്പാറ സാബുവാണ് ഇത് പുലിയാണ് എന്ന് ആദ്യം തിരിച്ചറിയുന്നത്. ഈ കർഷകന്റെ 2 ആടുകളെയും 2 പട്ടികളെയുമാണ് നഷ്ടമായത്. ചിറ്റാനപ്പാറ സാവുവിൻ്റെ വീട്ടിലെ ഒരാടിനെ ആദ്യമേ കൊല്ലുകയും അത് കഴിഞ്ഞ് 2 പട്ടികളെ കൊണ്ടുപോവുകയും ചെയ്തു. അവർ കാണുകയും ചെയ്തു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു പുലിയാന്ന് പറഞ്ഞു. അപ്പോൾ ഫോറസ്റ്റുകാർ വന്ന് ക്യാമറ വെച്ച് കഴിഞ്ഞിട്ട് അതിൽ പതിക്കുകയും ചെയ്തു. ഇപ്പം ജനവാസ മേഖലയിലോട്ട് ഈ പുലി ഇപ്പോൾ ഇറങ്ങിയിരിക്കുകയാണ്. എല്ലാവരും വളരെ ഭീതിയിലാണ് കഴിയുന്നത്. രണ്ടാമത്തെ ആടിനെയും ആക്രമിച്ചപ്പോൾ വെറ്റിനറി ഡോക്ടറെ കൊണ്ടുവന്ന് പരിശോധിപ്പിച്ചു. പുലി വർഗത്തിൽപ്പെട്ട ജീവിയാണ് ആക്രമിച്ചിരിക്കുന്നത് എന്ന് ഡോക്ടറും സ്ഥിരീകരിച്ചു. ഇതിനെ തുടർന്നാണ് ഇദ്ദേഹത്തിന്റെ വീടിന്റെ പരിസരത്തും അമ്പലപ്പടി ഭാഗത്തും വനംവകുപ്പ് ക്യാമറകൾ സ്ഥാപിച്ചത്. ഈ ക്യാമറയിൽ പുലിയുടെ വിവിധ ദിവസങ്ങളിലെ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ട്. പഞ്ചായത്ത് മെമ്പറുടെയും പൊതുപ്രവർത്തകരുടെയും നേതൃത്വത്തിൽ വനംവകുപ്പിന്റെ സഹായത്തോടുകൂടി പുലിയെ പിടികൂടുവാൻ കൂട് സ്ഥാപിച്ച് കാത്തിരിക്കുകയാണ്. പുലിയെ പിടികൂടാതെ ഭയമില്ലാതെ കിടന്നുറങ്ങുവാൻ കഴിയില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട്, ഇൻ റിപ്പോർട്ടർ, ഇടുക്കി.